ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. ബുദ്ധിമതിയായി മുത്ത് മുഹമ്മദി തൂമൊഴി ഉള്ളിലുറച്ചോളി. നമുക്കൊക്കെ ഏറ്റവും മനസ്സിന് വേദനയും അതിലുപരിയായി സന്തോഷവും നൽകുന്ന ഒരു നിമിഷമായിരുന്നു ഞാൻ അവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വീടകങ്ങളിൽ തളച്ചിടപ്പെട്ടവർക്കായി പെരിന്തൽമണ്ണ നഗരസഭ ഒരുക്കിയ സാന്ത്വനം ക്യാമ്പ് പങ്കെടുത്തവർക്ക് നൽകിയത് വേറിട്ട അനുഭവങ്ങളായിരുന്നു. അനുഭവങ്ങൾ പങ്കുവച്ചും പരിപാടികൾ കണ്ടാസ്വദിച്ചും ഒപ്പം പങ്കുചേർന്നും കിടപ്പ് രോഗികളും ഭിന്നശേഷിക്കാരും സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പിനെ ആഘോഷമാക്കി മാറ്റി. 3 ജില്ലകളിൽ നിന്നായി എത്തിയവർക്ക് വീടുകളിലേക്ക് മടങ്ങാനാവാത്ത വിധം സന്തോഷം പകർന്നു നൽകിയ ക്യാമ്പ് സമാപിക്കുമ്പോൾ നഗരസഭയ്ക്ക് അത് ചേർത്ത് പിടിക്കലിൻ്റെ സന്ദേശം പകരുന്നതായിരുന്നു. ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയവർ, പരസഹായമില്ലാതെ പുറം ലോകത്തെത്താനാവാത്ത നിസ്സഹായരായ ഒരുപറ്റം മനുഷ്യർ, ഭിന്നശേഷിക്കാരെന്ന പരിഗണന നൽകി നാട് ഒപ്പം ചേർക്കുമ്പോഴും ഒറ്റപ്പെടലിൻ്റെ വേദന ഉള്ളിൽ പേറുന്നവർ, സ്വപ്നങ്ങളിൽ എന്നും കരിനിഴൽ മാത്രം കണ്ടവർക്ക് വർണ്ണ സ്വപ്നങ്ങളുടെ പുതിയ ലോകത്തേക്ക് ഒരു നാടൊന്നടങ്കം കരനീട്ടിയപ്പോൾ വള്ളുവനാടിൻ്റെ സിരാകേന്ദ്രത്തിന് അത് പുതുചരിത്രമായി മാറി. ഭരണാധികാരികൾക്ക് എല്ലാവരും തുല്യരാണെന്ന സന്ദേശം പകരുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ സാന്ത്വനം സപ്തദിന ഭിന്നശേഷി ക്യാമ്പിലൂടെ. സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ 3 ജില്ലകളിൽ നിന്നായി എത്തിയവർക്ക് ഈ നാട് പകർന്നു നൽകിയത് ആഘോഷങ്ങളുടെ ദിനരാത്രങ്ങളാണ്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. ബുദ്ധിമതിയായി മുത്ത് മുഹമ്മദി തൂമൊഴി ഉള്ളിലുറച്ചോളി. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. ബുദ്ധിമതിയായി മുത്ത് മുഹമ്മദി തൂമൊഴി ഉള്ളിലുറച്ചോളി. അമ്മിഞ്ഞപ്പാലിൽ മധുരം ഇന്ന് മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം ുമോ? ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. ഒന്ന് ഉഷാറായിട്ടൊന്ന് കൈയടിച്ചെല്ലാരും. പാടിയും പറഞ്ഞും സംവദിച്ചും ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ക്യാമ്പ് അവസാനിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു നിസ്സഹായരായ കിടപ്പ് രോഗികളിൽ പലരും. താമസവും ഭക്ഷണവും സാംസ്കാരിക പരിപാടികളുമായി ജീവിതത്തിലെ അവിസ്മരണീയ ദിനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. നഗരസഭയുടെ സദുദ്യമത്തിനൊപ്പം സുമനസ്സുകളും ചേർന്നപ്പോൾ സാന്ത്വനം ക്യാമ്പ് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മാറി. ഇത്തരമൊരു ക്യാമ്പിലൂടെ പെരിന്തൽമണ്ണ നഗരസഭ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുകയാണെന്നും ഇത് മറ്റുള്ളവർക്കും മാതൃകയാണെന്നും ക്യാമ്പ് സന്ദർശിച്ച ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സാന്ത്വനം പാലിയേറ്റീവിൻ്റെ ക്യാമ്പ്
ഇന്ന് 5 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. സത്യത്തിൽ നമുക്കൊക്കെ ഏറ്റവും മനസ്സിന് വേദനയും അതിലുപരിയായി സന്തോഷവും നൽകുന്ന ഒരു നിമിഷമായിരുന്നു ഞാൻ അവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടത്. സ്വാതന്ത്ര്യം ക്യാമ്പ് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തറയിൽ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ സംഘടിപ്പിച്ച സമയത്ത് അവിടുത്തെ നിത്യസന്ദർശകനായിരുന്നു ഞാൻ. ആ സമയങ്ങളിലൊക്കെ ഇവരുമായിട്ട് സംസാരിക്കുവാനും ഇവരുമായിട്ട് ഇടപഴകാനും ഭിന്നശേഷി വിഭാഗക്കാരെ അവരൊറ്റപ്പെട്ട് ജീവിക്കാൻ 4 ചുമരിനകത്ത് ജീവിക്കുന്ന ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേകിച്ച് ഒരു നഗര ഭരണത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പ് അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന സമയമാണ് ഈ 7 ദിവസം. ചിരിയും കളിയുമായി 7 ദിനരാത്രങ്ങൾ ചെലവഴിച്ചാണ് ക്യാമ്പിനെത്തിയവർ മടങ്ങുന്നത്. വീടുകളിൽ മാത്രം ഒതുങ്ങിപ്പോയവർക്ക് പല നാടുകളിൽ നിന്നെത്തിയവരെ കാണാനും പരിചയപ്പെടാനുമുള്ള അവസരമായിരുന്നു സപ്തദിന ക്യാമ്പ്. കിടന്നുകൊണ്ട് മാത്രം ശരീരം ചലിപ്പിക്കുന്നവർ തങ്ങളുടെ കുറവുകൾ മറന്ന് നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പാട്ടുപാടാൻ ശ്രമിക്കുന്നത് ഉള്ളുവിങ്ങുന്ന വേദനയോടെയാണ് കണ്ടുനിന്നത്. 2019 തുടങ്ങിയ ക്യാമ്പ് കോവിഡ് കാലത്ത് നിലച്ചുപോയെങ്കിലും ഇപ്പോൾ നഗരസഭയുടെ സ്വന്തം കെട്ടിടത്തിൽ എല്ലാ സൗകര്യങ്ങളോടെയും പുനരാരംഭിക്കാനായത് അഭിമാനകരമാണെന്ന് ക്യാമ്പ് സന്ദർശിച്ച സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ പറഞ്ഞു. കോവിഡ് മഹാമാരി വന്നതിനെ തുടർന്ന് കഴിഞ്ഞ 3 വർഷം ക്യാമ്പ് നടത്താൻ കഴിഞ്ഞില്ല. വീണ്ടും ഈ തവണ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 170ഓളം വരുന്ന ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 80ഓളം വരുന്ന ആളുകൾ ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അവരുടെ പ്രധാനമായിട്ടും അരയ്ക്ക് താഴെ തളർന്നതും ഇല്ലാത്തവരുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് 7 ദിവസവും അവർക്ക് വേണ്ട തൊഴിൽ പരിശീലനം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ, എല്ലാ ദിവസവും വൈകുന്നേരം സാംസ്കാരിക സമ്മേളനങ്ങൾ, കലാപരിപാടികൾ, കേരളത്തിലെ തന്നെ വിദഗ്ധരായ ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ട്രേഡ് ഫെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പുതിയ കാലത്ത് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികളെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് 7 ദിവസം ഇവിടെ നടക്കുന്നത്. 80 സ്ഥിരാംഗങ്ങളും അവരുടെ കൂട്ടിരിപ്പുകാരും മുഴുവൻ സമയവും ക്യാമ്പിലുണ്ടായിരുന്നു. മറ്റുള്ള 200ഓളം പേർ രാവിലെ വന്ന് വൈകിട്ട് വീടുകളിലേക്ക് മടങ്ങുന്ന രീതിയിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിരുന്നത്. വേദനകൾ ഉള്ളിലൊളിപ്പിച്ച് ക്യാമ്പിൻ്റെ സന്തോഷം പങ്കുവച്ചവർക്ക് വീടുകളിലേക്ക് മടങ്ങുന്നതിലെ വിഷമം അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഞാൻ സാന്ത്വനത്തിൻ്റെ ഒരു 6 ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. സാന്ത്വനം ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉത്സവം മാതിരിയാണ്. കാരണം നമ്മളെല്ലാം ഒരുപാട് സുഹൃത്തുക്കൾ പല പല ഭാഗങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ വരും. പരിമിതികളില്ല. മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കതാണ്, ഒരു പരിമിതി ഇല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും. അതേപോലെ സാന്ത്വനത്തിൽ തന്നെ നമുക്ക് തൊഴിലുണ്ടായിരുന്നു. തൊഴിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കാലം ഇവിടെ നല്ല അനുഭവമാണ്. സാന്ത്വനം ക്യാമ്പിനോട് ഒരുപാട് തീരാത്ത നന്ദിയുണ്ട്. ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച് ഇതിൻ്റെ ഒപ്പം നിന്ന വിദേശികൾ, വ്യാപാരികൾ, ചുമട്ടുതൊഴിലാളികൾ, പോലീസുകാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അങ്ങനെ ഈ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒട്ടനവധി സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ ക്യാമ്പ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് സെലിംക്ക് ഒരുപാട് ഇവിടെ ക്യാമ്പിൽ വന്നിട്ട് നല്ല സഹായങ്ങളും പഠന സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നല്ല അനുഭവമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ക്യാമ്പിൽ പങ്കെടുത്തവരുടെ ഏതാവശ്യങ്ങൾക്കും ഒപ്പം നിന്ന ട്രോമ കെയർ വോളണ്ടിയർമാരുടെ നിസ്വാർത്ഥ സേവനം വിലമതിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും പ്രാഥമിക ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകാനും ഭക്ഷണം നൽകാനും അങ്ങനെ എല്ലാറ്റിനും ട്രോമ കെയർ പ്രവർത്തകരുണ്ടായിരുന്നു. നിസ്സഹായരായ മനുഷ്യരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞ സന്തോഷത്തിലാവും അവർ മടങ്ങുന്നത്. പെരിന്തൽമണ്ണയിൽ നടന്ന ക്യാമ്പ് പങ്കെടുത്ത എല്ലാവർക്കും കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടെന്നും നഗരസഭയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണെന്നും ക്യാമ്പ് കോർഡിനേറ്റർ സലിം കീഴ്ശ്ശേരി പറഞ്ഞു. നമുക്ക് ഇവിടെ ഇപ്പോൾ ഏകദേശം 80ഓളം പേര് ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഏകദേശം 100 ചില്ലാൻ ആൾക്കാരോളം വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഡെയിലി രാവിലെയും വൈകിട്ടുമായിട്ട് അവർക്ക് തൊഴിൽ പരിശീലനങ്ങളുണ്ട്. നല്ല തൊഴിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു രാവിലെ മോട്ടിവേഷൻ ക്ലാസ്, അത് കഴിഞ്ഞാൽ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞാൽ നമ്മൾ തൊഴിൽ പരിശീലനം. ഇപ്പോൾ നമ്മളിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഈ വർഷം കൊടുത്തിരിക്കുന്നത് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ്. മെഡിക്കൽ ക്യാമ്പ്, തൊഴിൽ പരിശീലനം, കമ്പ്യൂട്ടർ പരിശീലനം, ചർച്ചകൾ,
കലാപരിപാടികൾ, സംവാദങ്ങൾ, വിപണനമേള തുടങ്ങി പങ്കെടുത്തവർക്ക് സ്വയം പര്യാപ്തരാവാനുള്ള സാധ്യതകളൊരുക്കിയാണ് പെരിന്തൽമണ്ണ നഗരസഭ സാന്ത്വനം സപ്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.